കറക്റ്റ് നമ്മളെ ഏരിയ, ഞാൻ നിൽക്കണ ഏരിയ ജർഫ് ചുവാണ്. തണുപ്പായാലാണ് ഇവിടെ ഒന്നുപാടി ഒന്ന് ഭംഗി കൂടും ഈ സ്ഥലത്തിന്. വെയിലായതുകൊണ്ട് ഈ ഒരു ഇപ്പത്ര കറക്റ്റിനനുസരിച്ചുള്ള ഒരു ക്ഷീണം കൂടുകയും ചെയ്യും, ഭംഗി അങ്ങോട്ട് കുറയും ചെയ്യും. അപ്പം അങ്ങോട്ട് ഷാർജയ്ക്ക പോകുന്നുണ്ട് ആ റോഡ്. അത് വേറെ ഒരു രസം തന്നെ കേട്ടോ. ആ റോഡ് ഫുള്ള് ഒരു പച്ചപ്പാണ് രണ്ട് സൈഡും. ഈ പട്ടാളി ഇങ്ങോട്ട് നടന്നുണ്ട് ഈ വെയിലത്തൊക്കെ. കാരണം ചിലപ്പോൾ ജോലി എടുക്കുന്ന സ്ഥലം വേറെ സ്ഥലത്തും, പിന്നെ റൂം വേറെ സ്പോട്ടിലാവുമ്പോഴതാ ചിലപ്പോൾ വണ്ടി ഉണ്ടാവില്ല. ഈ ഏരിയയിലൊക്കെ വണ്ടി ഇങ്ങനെ കൈയാട്ടി നിർത്താൻ അങ്ങനെ ടാസ്ക്കാണ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ നടക്കുന്ന ആൾക്കാരുണ്ടാവും, നടക്കുന്ന അത്ര തെറ്റുള്ള കാര്യമില്ല. ഞാനും കുറേ നടന്നുകൾ ഇപ്പോഴാണ് ഞാൻ പറക്കണ്ടെന്ന്. മണലും വേറെ ടച്ചാണ്. പിന്നെ അങ്ങോട്ട് കണ്ട് പോയാൽ പിന്നെ ഫുള്ള് സിറ്റി വേറെ മുഖച്ചായലിനാണ് മാറും. കാഴ്ചകളും അനുഭവങ്ങളാണ് ഈ ദുബായ് നമുക്ക് സമ്മാനിക്കുന്നത് കേട്ടോ. പലരും പറയും ദുബായിൽ എന്നാൽ ഇൻ്റെ 2 കൊല്ലം പോയി, ഇൻ്റെ 4 കൊല്ലം പോയി എന്ന് പറഞ്ഞിട്ട്. 4 കൊല്ലം പോകണ്ടെങ്കിലും നല്ല അനുഭവമെല്ലാം എനിക്ക് കിട്ടുന്നുണ്ട് ബ്രോ. അത് നോക്കണ്ടേ, നമ്മൾ ഉള്ളതിൽ സന്തോഷിക്കുക. അതാണ് സന്തോഷം. നമ്മൾ സ്പിരിച്വലായി കണ്ട് ഉണ്ടാക്കിയെടുക്കണം. അതായത് ഏത് സമയത്ത് നമ്മൾ നാച്ചുറലായി കണ്ട് ചിന്തിക്കും പ്രവർത്തിക്കും ചെയ്യാം. എപ്പോഴും ശാന്തിയായി കണ്ട് നിൽക്കാൻ പഠിക്കണം. ശാന്തി എന്ന് വെച്ചാൽ കുറിച്ച് നമ്മളെടുക്കാൻ ശ്രമിക്കരുത്. കിലോമീറ്ററോളം ഉണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് വണ്ടിണ്ടായില്ല നോക്കിയിട്ടതാ നമുക്കവിടെ കയറിയിട്ട് ഓരോ ട്രാക്കിനനുസരിച്ചുള്ള ഏത് ലൈനിൽ നിന്നാണ് കയറിൻ്റെ അപ്പം അങ്ങോട്ട് പോകാനുള്ള ആ ഒരു സെക്ഷനൊക്കെ പിടിച്ചിട്ട് പോയാലും ഓക്കെ. പക്ഷേ ചില റൗണ്ടിൽ നല്ല തിരക്കുള്ള റൗണ്ടുണ്ടാവും. ഇതിപ്പോൾ അത്യാവശ്യം തിരക്കിയാത്ത റൗണ്ടല്ലേ. അപ്പോൾ നല്ല തിരക്കുള്ളിൽ മരുഭൂമിയിൽ നൈസ് പച്ചപ്പ്, ആ പച്ചപ്പിൻ്റെ നടുവ് കൂടിയ 2 വരിപ്പാത, അതിലൊരു വണ്ടിയിൽ ഇങ്ങനെ പോവാണ് ഞാൻ. വാവ്, ഇവിടെ ഒരു ദിവസം ടെൻ്റ് അടിക്കണം വന്നിട്ട്. പക്ഷെ ഇവിടെ എന്തോ സൺസെറ്റിൻ്റെ ടൈമിൽ എടുക്കണം. നമ്മൾ സ്പിരിച്വലി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇതൊന്നും ആസ്വദിക്കാതെ നമ്മളിങ്ങനെ ഓട്ടം തന്നെ ഓട്ടായാൽ മാറ്ററാണ്. ഒക്കെ സന്തോഷം കണ്ടെത്താൻ പറ്റും. അതൊക്കെ നമ്മൾ സന്തോഷിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയല്ലേ. സന്തോഷം സമാധാനം, അതുണ്ടാ തന്നെ സന്തോഷം സമാധാനം. വാവ്, വാട്ട് എ കോമ്പിനേഷൻ. ഇവിടെ ഇപ്പം നേരെ ദുബായ് റോഡ് E611 അല്ല E611 തന്നെ അതിലോട്ടാണ് ഇപ്പം നമുക്ക് ചെയ്യുന്നത്. ഇവിടുന്ന് 120 ആവും. ഇതുവരെ ഒന്നിന്ന് ഈത്തപ്പായ്ക്ക് വെട്ടിക്കൊണ്ടേക്കണം. ഈ മാസം കാഴ്ചിട്ടില്ല, ചിലപ്പോൾ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ സെറ്റപ്പ് കണ്ടിട്ട് അതാ തോന്നുന്നു. മിനിമം സ്പീഡ് 60 ഇപ്പോൾ ഈ സമയത്ത് ബ്ലോക്ക് ഉണ്ടാകാൻ കുറച്ച് ചാൻസ് കുറവാണ്. കറക്റ്റ് ആ ഒരു ഈവനിങ് സൺലൈറ്റ് അങ്ങനെ കിട്ടല്ലോ തുടങ്ങിയത്. കറക്റ്റ്
ഇപ്പം എത്ര 4:53 ഈ സാധനം ഇതെന്തല്ലോ ഇതതിൻ്റെ മേലിൽ 360 ക്യാമറയാണ് 360 ക്യാമറയാണ്. അപ്പോൾ ആ സൈഡൊക്കെ ഫുള്ള് ബ്ലോക്കാണ്. രണ്ടിൽ AC ഇട്ടാലതാ ഇങ്ങനെ ഇരിക്കണം, കുറച്ച് നേരം ഇരിക്കണം. അപ്പം സമയം ഇപ്പോൾ കറക്റ്റ് ഉണ്ട്. തെറ്റാണ് ഈ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ സമയമുണ്ടല്ലോ. ഇതിൻ്റെ മുഖം വേണ്ടിയിട്ട് പിന്നീട് ഇതിലുള്ള വീഡിയോസ് മുഴുവതാ ഞാൻ പിന്നീട് ഒരിക്കലും എനിക്ക് ഇരുന്നിട്ട് കാണാനുള്ളൊരു സേവിങ് ഞാൻ ഫീഡ് ചെയ്ത് വെക്കേണ്ട ഒരു എൻ്റെ മെമ്മറീസും കൂടിയാണ്. അതാ എനിക്കിൻ്റെ പേജ് എടുത്ത് കണ്ട് ഓപ്പൺ ആക്കി നോക്കിയിട്ട് ഇവിടെ നമുക്ക് കുറച്ച് ഒരുപാട് പണിയെടുക്കാണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇനി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്നാലിപ്പോൾ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആണാവുള്ളൂ. നമ്മൾ മെച്ചുണ്ടാവുമ്പോൾ നമ്മളെ കൂടെ ഉള്ളവരെയും നമ്മൾ എന്ത് ചെയ്യണം, സഹായിക്കണം. കൂടെ നിന്നവരെന്ത് കൈവിടരുത്. അങ്ങനെ ഒരു മാറ്ററുണ്ട്. സോ അതാണ് ഒരു ലക്ഷ്യത പോലെ. പിന്നെ ഇവിടെ സൈഡിൽ നിന്നത് ഒരു സാധനം കയറിപ്പോണേ. ഓ ഓ ഓ ഓ ഈ സാധനമാണ് ഇവിടുത്തെ ക്യാപ്സ്യൂള് സഫാരി. വേറെ തന്നെ ഒരു സാധനം ഉണ്ട്. അത് ഇതാണ് അധികം ചെയ്യാനിലൊക്കെ ഉണ്ടാകല്. വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണത്. ഈ വർഷം നോക്കണം പണി. വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും. ആസ്വദിക്കുക എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, അതിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു ആസ്വദിക്കുക. നമ്മൾ ജോബിൻ്റെതായ നമ്മളേതാ ഒരു ജോബിലാണെങ്കിലും എന്തെങ്കിലും നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിലോട്ടാണെങ്കിലും അതാണ് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ അതിൽ നമ്മൾ സ്കിൽഡായി മാറണം. അതായത് നമ്മളെ റീപ്ലേസ് ചെയ്യാനതാവും വേറെ ഒരാളുണ്ടായത്. ആ സ്കിൽഡായി മാറിയെന്ന് എനിക്ക് തോന്നുമ്പോൾ എനിക്കൊരു വാല്യൂ തോന്നുമ്പോഴേക്കാരം ആ ഒരു സാധനം സ്കിൽഡായി എന്ന് നിങ്ങൾ തന്നെ ഒരു വാല്യൂ തോന്നുന്ന ഒരു സമയത്തേക്കാരം ആ ഒരു സാധനം നിങ്ങളിലേക്ക് എത്തും ചെയ്യല്. നല്ല ഹിറ്റായിട്ട് വണ്ടിയാല് എല്ലാവരും ബ്രാൻഡിൻ്റെ വണ്ടികൾ നമുക്ക് കാണാം ഈ ഒരു ട്രാക്കിൽ. ഈ ഒരു ട്രാക്ക് എന്നല്ല, ദുബായ് ഇവിടെ സൈഡിലൊക്കെ എല്ലാ സൈഡിലൊന്നുമില്ല. ഇങ്ങനെ പോവന്നെ. അപ്പം ഈ ബ്ലോക്കിൽ നിൽക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷം ഒരു 7 ഫ്ലൈറ്റ് മുന്നിൽ കൂടി ഇങ്ങനെ പോയിട്ടുണ്ടാവും. താഴെ കൂടിയാ. ഞാൻ അടുത്തത് വരില്ല വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു വിഷ്വൽ എടുത്ത് കണ്ട് വിട്ടിട്ട്, പക്ഷെ ഇപ്പോൾ കാണാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. ഒരു ഡോഡ്ജതാണ്, ചാർജറാണ്, ഒരു വൈറ്റ്. ബ്ലോക്ക് കഴിയുമ്പോഴത്തേനും ഒന്നുപാടിയും വരും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്.